ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ വീഡിയോ ഇന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ എൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞതാണ് ഞാൻ എന്തായാലും എൻ്റെ ലിപ്സ്റ്റിക്സ് എനിക്കിഷ്ടപ്പെട്ട ഞാൻ കണ്ടുപിടിച്ച് തിരഞ്ഞെടുത്ത ഷെയ്ഡ്സ് ഏതൊക്കെയാണെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കൊരു ലിപ്സ്റ്റിക് ഷെയ്ഡ് ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗേൾസിന് അറിയാം അതിൻ്റെ ബുദ്ധിമുട്ട്. നമ്മൾ തിരഞ്ഞ് അങ്ങനെയാണ് നമുക്കൊരു ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഷെയ്ഡ്സ് എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഡാസ്ലറിൻ്റെ ഷെയ്ഡ് നമ്പർ 26 ആണ്. അതാണ് ഞാനിപ്പോൾ ഇട്ടിട്ടുള്ളതും എനിക്ക് ഏറ്റവും ഫേവറേറ്റ് അത് തന്നെയാണ്. ഇതാ ഇങ്ങനെയാണ് അതിൻ്റെ ഷെയ്ഡ്. ഇതിപ്പോൾ ഞാൻ അത് എൻ്റെ ലിപ്സ് കുറച്ച് ഡാർക്ക് ടോൺ ആയതുകൊണ്ട് കുറച്ചും കൂടി ഒരു ഡാർക്ക് കളറ് കിട്ടും. ഇതാണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യണത്. നല്ലതായിരിക്കും എന്ന് പ്രതീക്ഷിച്ച് ഇതുപോലത്തെ ഒന്നും കൂടെ വാങ്ങി ഈ അടുത്ത് 2 ദിവസം മുന്നേ വാങ്ങി കട്ട പരാജയം എന്ന് പറയട്ടെ. എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. എൻ്റെ ചുണ്ടിലിട്ടപ്പോൾ ഒരുമാതിരി ബ്ലാക്ക് ലിപ്സ്റ്റിക്കിൻ്റെ ഒക്കെ അടുത്തെത്തുന്ന അങ്ങനെ ഒരു ഭയങ്കര ഡാർക്ക് ഷെയ്ഡ് വയലറ്റ് കളർ ലിപ്സ് ആവുന്നു. അത് മേ ബി ലൈറ്റ് ഷെയ്ഡ് ലിപ്സ് ഉള്ളവർക്ക് ചേരുമായിരിക്കാം. പക്ഷേ എൻ്റെ ലിപ്സ് ഞാൻ പറഞ്ഞത് കുറച്ച് ഡാർക്ക് ആയതുകൊണ്ട് എനിക്കത് ചേരുന്നില്ല. അപ്പം നിങ്ങളുടെ ലിപ്പിൻ്റെ കളറിനനുസരിച്ചുള്ള ലിപ്സ്റ്റിക്ക് വാങ്ങാനായിരിക്കും നല്ലത്. അപ്പോൾ ഇത് വന്നിട്ടുള്ളത് ഷെയ്ഡ് നമ്പർ 27 ആണ്. ഡാസ്ലറിൻ്റെ തന്നെയാണ്. അത് ഞാൻ കാണിക്കാം. നിങ്ങൾക്ക് കാണാം ഡിഫറൻസ് കണ്ടോ. ഇത് 26, ഇത് 27. പിന്നെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യണത് നൈക്കയുടെ ക്ലിയോപാട്ര ഷെയ്ഡ് നമ്പർ 8. ഇതെന്താണെന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര വില കൊടുത്ത് വാങ്ങിയ ലിപ്സ്റ്റിക്കാണ്. പക്ഷെ ഭയങ്കര ഓയിലിയാണിത്. ഷെയ്ഡ് നല്ലതാണ്. നല്ലൊരു പിങ്ക് റെഡ് ഷെയ്ഡാണ്. ലൈറ്റ് ലിപ്സ് ഉള്ളവർക്ക്, ലൈറ്റ് കളർ ലിപ്സ് ഉള്ളവർക്ക് ഈ ഒരു ഷെയ്ഡായിരിക്കും. കുറച്ചുകൂടി ഡാർക്ക് കളർ ലിപ്സ് ഉള്ളവർക്ക് കുറച്ചുകൂടി നല്ല റെഡ് നല്ലൊരു ഷെയ്ഡാണ്. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഓയിലിയാണ്. ഇത് നമ്മൾ ജസ്റ്റ് കൈകൊണ്ട് ഇങ്ങനെ ആക്കുമ്പോഴേക്കൊക്കെ ഇവിടെയൊക്കെ ഇങ്ങനെ ആയിട്ടുണ്ടാവും. ഞാൻ എക്സ്പീരിയൻസ് ഉണ്ടായതുകൊണ്ട് ഞാൻ പിന്നെ അധികം യൂസ് ചെയ്തിട്ടില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അതിൻ്റെ ഒരു ടെക്സ്ചറും ഒന്നും. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് എന്നുള്ളത് ഈ ജസ്റ്റ് ഹെർബ്സിൻ്റെ മിനി ലിപ്സ്റ്റിക്ക്. ഇപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. കുറേ റീൽസിലൊക്കെ ഞാനിപ്പോൾ കാണുന്നുണ്ട്. അപ്പം അതിൻ്റെ ഓരോ ഷെയ്ഡ്സ് കാണിച്ചു തരാം. ഇതാണ് സാധനം കണ്ടോ. ഞാൻ ഓരോന്നായിട്ട് പറയാം. ഫസ്റ്റ് എനിക്ക് ഏറ്റവും ഇതിലിഷ്ടപ്പെട്ടത് ബീട്രൂട്ട് ബർഗണ്ടി എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡ് ഉണ്ട്. അപ്പം അത് കാണിക്കാം. ഇതാണ് ഷെയ്ഡ് വരുന്നത്. അത്യാവശ്യം ഞാൻ അത് മിക്സ് ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് ഷെയ്ഡ്. അത്യാവശ്യം നല്ലൊരു മാറ്റ് ഫിനിഷൊക്കെ വരുന്ന ഒരു ടൈപ്പ്. പെട്ടെന്ന് ഡ്രൈ ആവും. അപ്പോൾ ലിപ് ബാം ഇടായിരിക്കും നല്ലത്. പിന്നെ എന്താ പറയുക, ഒരു ഭയങ്കര ന്യൂഡ് നല്ലൊരു പിങ്ക് റെഡ് അങ്ങനത്തെ നല്ലൊരു ഷെയ്ഡ്. എങ്ങനെ അതിനെ ഡിസ്ക്രൈബ് ചെയ്യാമെന്ന് എനിക്കറിയില്ല ഗൈസ്. പിന്നെ ഇത് റേസിൻ റെഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ തന്നെ വേറെ ഷെയ്ഡാണ്. അത് കുറച്ചും കൂടി ഒരു ലൈറ്റാണ്. ഒരു ബ്രൗൺ ഓറഞ്ചൊക്കെ കുറച്ചും കൂടി നിയർ ടു ബ്രൗൺ എന്ന് പറയാം. ഞാൻ മിക്സ് ചെയ്ത് കാണിക്കാം. സെക്കൻഡ് ഒന്ന് കണ്ടോ, ഒരു ബ്രൗൺ ഓറഞ്ച് ഷെയ്ഡാണ്. അപ്പം അങ്ങനത്തെ ഷെയ്ഡ് ഇഷ്ടമുള്ളവർക്ക് ഇത് നല്ലൊരു ഓപ്ഷനാണ്, റേസിൻ റെസ്റ്റ്. പിന്നെ ഇതിന് സത്യം പറഞ്ഞാൽ വന്നപ്പോൾ തന്നെ ഷെയ്ഡിൻ്റെ പേരില്ല ഗൈസ്. അതുകൊണ്ട് പേരില്ലാത്ത എൻ്റെ കുഞ്ഞി ലിപ്സ്റ്റിക്ക് അതിനെ കാണിക്കാൻ ഒരു പിങ്ക് ബ്രൗൺ നല്ലൊരു ഷെയ്ഡ് തന്നെയാണ്. പിന്നെ അതിൽ വന്നിട്ടുള്ളത് ഭയങ്കര ഒരു ബ്രൈറ്റ് റെഡ് ഉണ്ട്. നമ്മൾ പാർട്ടീസിനോ അങ്ങനെയൊക്കെ പോകുമ്പോൾ നമുക്ക് നല്ലൊരു ബോഡി കോൺട്രാസ്റ്റിൻ്റെ ഒക്കെ കൂടെ നല്ലൊരു ഡാർക്ക് ഷെയ്ഡ് വേണം എന്ന് തോന്നുകയാണെങ്കിൽ പിന്നെ ഡസ്റ്റി റോസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഷെയ്ഡും കൂടെ ഉണ്ട്. ഇതാണ് ഷെയ്ഡ് കണ്ടോ. ഈ ഷെയ്ഡ് ലൈറ്റ്. അപ്പം ഇതിലെല്ലാം വെച്ച് നോക്കിയാൽ എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് ഈ ഷെയ്ഡാണ്, ഷെയ്ഡ് നമ്പർ 26. പിന്നെ ഇതിൽ ഈ ഷെയ്ഡ് എനിക്കിഷ്ടമാണ്. എനിക്കൊരു ഓറഞ്ച് ബ്രൗൺ ഷെയ്ഡ് എൻ്റെ ഫേസിന് അത്ര ചേരാത്തതുകൊണ്ട് എനിക്കത് വലിയ താല്പര്യമില്ല. അതുകൊണ്ട് ഈ ഷെയ്ഡ് എനിക്ക് വലിയ താല്പര്യമില്ല. പിന്നെ ഇത് ഓക്കെയാണ്. റെഡ് നമുക്ക് പാർട്ടിക്കൊക്കെ പോകുമ്പോൾ അങ്ങനെ ഇടാനായിട്ട് അടിപൊളിയാണ്. അപ്പോൾ റെഡ് പിന്നെ അറിയാമല്ലോ, അതിന് പ്രത്യേകിച്ചൊന്നും പറയില്ല റെഡ്. പിന്നെ ഈ ലാസ്റ്റ് ഞാൻ കാണിച്ച ഷെയ്ഡ് ഓക്കെ അത്രേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കയ്യിലുള്ള ലിപ്സ്റ്റിക്സ്. ഇതിൽ എൻ്റെ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഡാസ്ലർ ഷെയ്ഡ് നമ്പർ 26 ഒരു മസ്റ്റ് ട്രൈ ചെയ്യാം. പിന്നെ ബീട്രൂട്ട് ബർഗണ്ടി ജസ്റ്റ് ഹെർബ്സിൻ്റെ അതും നല്ലതാണ്. പിന്നെ റെഡ് വേണമെങ്കിൽ റെഡിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ഹിബിസ്കസ് റെഡ് എന്നാണ് ഷെയ്ഡിൻ്റെ പേര്. അത് റെഡ് ഷെയ്ഡ് വേണ്ടവർക്ക് ഇതൊരു നല്ല ബ്യൂട്ടിഫുൾ റെഡാണ്. അപ്പോൾ
പിന്നെ 27 നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ലൈറ്റ് ലിപ്സ് ഉള്ളവർക്ക് നല്ലതായിരിക്കും, പക്ഷേ ഡാർക്ക് ലിപ്സ് ഉള്ളവർക്ക് ഒരു ബിഗ് നോ. നമ്മുടെ ചുണ്ട് ഒരുമാതിരി വൈലറ്റ് കളറാവും. എനിക്ക് തകർന്നു പോയി. ഞാൻ 2 ദിവസം മുന്നേ ഞാൻ ആഗ്രഹിച്ച് വാങ്ങിയതാണ്. ഞാൻ 26 തീരാനായി, അപ്പോൾ ഞാൻ 2 times 26 യൂസ് ചെയ്തത്. അപ്പോൾ ഒരു ചേഞ്ചിന് ഞാൻ 27 യൂസ് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ അത് കയ്യിലാക്കിയപ്പോൾ എനിക്ക് വലിയ കുഴപ്പം തോന്നിയില്ല, കൊള്ളാൻ തോന്നി. പക്ഷെ അത് ചുണ്ടിലിട്ടപ്പോൾ അത് തീരെ പോരാ ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ യൂസ് ചെയ്ത് നോക്കിയ കുറച്ച് ലിപ്സ്റ്റിക്സ്. എൻ്റെ കൈ ആകെ ലിപ്സ്റ്റിക്ക് മയമായി ഗൈസ്. അപ്പോൾ ടിൽ നെക്സ്റ്റ് ടൈം, ബൈ.